UAE സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ നല്ല ചൂടാണ്, പുറത്തിറങ്ങാനും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. സത്യം പറയാച്ചാൽ നമ്മളിപ്പം ജോബിന് പോകാൻ തന്നെ ഭയങ്കരമായിട്ടൊരു മടിയും ഒക്കെയാണ്. എന്നാൽ പോലും നമുക്ക് പുറത്ത് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോയേ പറ്റൂ. സത്യം പറയാച്ചാൽ ഒരു 5 മിനിറ്റ് പോലും പുറത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ എപ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കും, നമ്മൾ പുറത്ത് നമുക്ക് പോയിട്ടൊരു ഇപ്പോൾ ജസ്റ്റ് ഒരു ബസ്സിനൊക്കെ പോകുന്നവർ ആണെങ്കിൽ ബസ് സ്റ്റോപ്പിലോട്ടൊക്കെ നടക്കാനുണ്ടെങ്കിൽ ഇവിടുത്തെ ആ ഒരു നടക്കുന്ന ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് പോലും നമുക്ക് ആ ചൂട് സഹിക്കാൻ പറ്റാത്ത കേട്ടോ. ഇപ്പോൾ നോർമലി ഇപ്പം പുറത്ത് നിന്നിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇപ്പോൾ ഡെലിവറി സ്റ്റാഫ് ആയിക്കോട്ടെ, ഇവിടെ ഒത്തിരി പേരുണ്ട് പുറത്ത് നിന്നിട്ട് വർക്ക് ചെയ്യുന്നവർ. ഞാനിങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിക്കും അവരൊക്കെ ഒരു സിറ്റുവേഷൻ എന്നാണ് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമമാണ്. ഇന്നത്തെ ടോപ്പിക് അതൊന്നല്ല. പിന്നെ നോർമലി UAE ഇപ്പോഴുള്ള സമ്മർ സീസൺ എങ്ങനെയാണെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഒരു സമയത്ത് ഈ ഒരു ജോബ് ഹണ്ടിങ്ങിനൊക്കെ വരുന്നവരാണെങ്കിൽ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ ഒരു ടൈം വരാത്തെയാണ് നല്ലത്. ഒന്നാമത് നമ്മൾ മെൻ്റലി ഒരു എന്താ പറയുക സ്ട്രഗിളിങ് എന്നൊരു ഫീലിങ്സ് ഒക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. സമ്മർ ആയതുകൊണ്ട് തന്നെ ഈ ജോബ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ എങ്കിൽ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇവിടെ വന്ന് അത് ഈ ജോബിനൊക്കെ പോകുന്നവർ, ഇൻ്റർവ്യൂവിന് പോകുന്നവർ, ജോബിന് പോകുന്നവരൊക്കെ എന്തായാലും പുറത്ത് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യും. നമ്മൾ ഒന്നും കൂടി ടയേർഡാകുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് മെൻ്റലി ഒരു എന്താ പറയുക മൈൻഡ് ഡൗൺ ആയിട്ട് പോകുന്നൊരു സിറ്റുവേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ജോബൊക്കെ നോക്കുന്നവരാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഈ ഒരു മന്ത് സമ്മർ സീസൺ അധികം ഒഴിവാക്കിയിട്ട് ഒരു സമ്മർ കഴിയാറാകുമ്പോഴൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. നോർമലി ഇപ്പം കുറേ പേര് ജോബ് ഓപ്പണിംഗ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിക്കും. നമ്മളിപ്പോൾ പറയും ജോബ് വേക്കൻസി ഉണ്ടോ, അല്ലെങ്കിൽ ജോബാണ് ഇമ്പോർട്ടൻ്റ്, അതുകൊണ്ട് നമ്മളിതൊക്കെ സഹായിക്കുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ പോലും ഈ പുറത്ത് നിന്നിട്ടൊരു 5 മിനിറ്റ് പോലും, ഒരു മാക്സിമം ഒരു 2-3 മിനിറ്റ് പോലും ഈ ഒരു സമ്മറിന് പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു സ്ഥലം അറിയാത്തവരൊക്കെ ആണെങ്കിൽ വരുന്നവരൊക്കെയാണ് സിറ്റുവേഷൻ എന്താവില്ലേ. അപ്പം ഞാനിത് ഇത്രയും നിങ്ങളെ പറയില്ല ലാഗടിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് കുറച്ചുകൂടെ യൂസ്ഫുള്ളാവുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. നോർമലി സമ്മറാണ് അല്ലെങ്കിൽ വിൻ്റർ ആണെങ്കിൽ പോലും നമ്മളിപ്പം എല്ലാവരും ലൈഫിൽ സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്. അധിക വീഡിയോസിലും പറയുന്നേക്കാം. നോർമലി ആരോട് ഇപ്പം സ്കിൻ കെയർ റൂട്ടീൻ എന്താ വെച്ചാൽ മസ്റ്റായിട്ട് ഇപ്പം എല്ലാവരും ആഡ് ചെയ്യുന്നത് സൺസ്ക്രീനാണ്. എനിക്ക് ആദ്യം ഇത് യൂസ് ചെയ്യാൻ അറിയില്ലായിരുന്നു കേട്ടോ, സൺസ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈ ഒരു സൺസ്ക്രീനോടും അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. അറിയാത്തത് കൊണ്ടായിരിക്കും അത്ര വലിയ ഇൻട്രസ്റ്റോ അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം യൂസ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ പിന്നെ റിപ്പിറ്റേഷൻ വാങ്ങും, റിപ്പിറ്റേഷൻ അതിൻ്റെ വേറെ ബ്രാൻഡ് ഉണ്ടോ നോക്കും. അങ്ങനെ ഒത്തിരി ഗേൾസ് ആണെങ്കിൽ പൊതുവേ ഇതൊക്കെ സെർച്ച് ചെയ്യുന്നത് കൂടുതലാണ്. പക്ഷേ എനിക്ക് സൺസ്ക്രീനോട് അത്ര വലിയ താല്പര്യമില്ല. എന്നാൽ പോലും ഒരു സമ്മർ ചൂട് സഹിക്കാൻ പറ്റായിട്ട് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആദ്യമൊക്കെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞിട്ട് അവർ സജസ്റ്റ് ചെയ്തിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് അത്ര വലിയ വർക്ക് എന്താ പറയുക ഇഷ്ടമല്ലായിട്ടാണോ അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്താലും നമുക്കത് ബെറ്റർ ആണെങ്കിൽ പോലും നമുക്ക് നെഗറ്റീവ് ഫീലാണ് വരിക. പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും ഒരു പ്രൊഡക്റ്റ് ഓക്കെ ആയിട്ടില്ല. നമുക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു ഫീലിങ്സ് ഉണ്ടായിട്ടില്ല. ബട്ട് ലാസ്റ്റ് ഞാൻ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഞാൻ വാങ്ങിച്ചത് ഫ്രൂഡിയ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ബ്രാൻഡിന് കേട്ടോ. ഞാൻ അതിൻ്റെ ഈ ഒരു ഫസ്റ്റ് യൂസ് ചെയ്തത് ഇതാണ്. ഇത് കംപ്ലീറ്റ് യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാണ് സെക്കൻഡായിട്ടാണ് ഈ ഒരു ഫ്രൂഡിയയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നോർമലി ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒക്കെ വീഡിയോസ് ഇടുന്ന ചില ആൾക്കാർ പ്രൊമോഷനാണ് അധികം. നമ്മൾ ഈ പ്രൊമോഷൻ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റൊന്നും അധികം യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഞാൻ കുറേ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ. പക്ഷെ അതൊന്നും എനിക്ക് അത്ര വലിയൊരു നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നല്ല, എന്നാൽ പോലും എനിക്ക് യൂസ്ഫുള്ളായിട്ടുള്ള, കാരണം എൻ്റെ സ്കിന്ന് ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിന്ന് ഡ്രൈ സ്കിൻ അങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് ഇതുവരെ ഞാൻ ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ യൂസ് ചെയ്തു, സെൻഡലയുടെ യൂസ് ചെയ്തു, അതുകൂടാതെ വേറെ ഒരുപാട് ബ്രാൻഡിൻ്റെ ഇങ്ങനെ മാറി മാറി സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ ഒരു പാക്കേജ് തന്നെ കംപ്ലീറ്റ് ആക്കാറില്ല. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ മസ്റ്റായിട്ടൊരു കാരണം എന്ന് പറയാം. ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് സ്റ്റാർട്ടിങ് ഈ ഒരു സൺസ്ക്രീനിൽ ഇഷ്ടമല്ലാണ്ട് സ്റ്റാർട്ടിങ് തന്നെ സത്യം പറയിച്ചാൽ 1-2 ദിവസമൊക്കെ യൂസ് ചെയ്തിട്ട് ഇതെനിക്ക് ഓക്കെ ആവില്ല, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു. അത്ര വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ജസ്റ്റ് എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യണം അങ്ങനെ പറഞ്ഞ്
നോർമലി സമ്മറാണ് സൺസ്ക്രീൻ, ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോകുകയാണെങ്കിൽ പറയും സൺസ്ക്രീൻ എന്തായാലും നല്ല വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാനൊരു 2-3 തവണയൊക്കെ ഇതിങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും എനിക്കിത് ഓക്കെ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഒരു റൂമിൽ നിൽക്കുമ്പോൾ മാത്രം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആരെങ്കിലും ഇവിടെ കമൻറ്റ് ചെയ്യാം. ഞാൻ പുറത്തുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യില്ല, റൂമിൽ മാത്രം നിൽക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. പിന്നീട് അത് എനിക്ക് ഓക്കെ ആയി തോന്നി. അങ്ങനെയാണ് പിന്നെ ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ കംപ്ലീറ്റായി യൂസ് ചെയ്തു. പിന്നെ ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അത്ര വലിയ എന്താ പറയുക താല്പര്യം തോന്നിയിട്ടില്ല പറയാം. പക്ഷേ അതിൻ്റെ വേറെ സിറം യൂസ് ചെയ്യുന്നതിൻ്റെ അടിപൊളിയാണ്. മോയ്സ്ചറൈസർ ഡേ ക്രീമൊന്നും ഞാൻ നോക്കിയിട്ടില്ല, അതുകൊണ്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബ്യൂട്ടി ഓഫ് ജോയ്സിൻ്റെ സിറം അടിപൊളിയാണ്. അങ്ങനെയാണ് ഇത് ഞാൻ കംപ്ലീറ്റ് ആക്കി തീർത്തത് കേട്ടോ. അതിന് ശേഷമാണ് സെയിം ഇത് തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഫ്രൂട്ടി തന്നെയാണ്, പക്ഷേ ഓപ്പൺ ചെയ്തപ്പോൾ പാക്കേജിങ് ഡിഫറെൻ്റ് ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞാനിങ്ങനെ മൈൻഡ് എന്താ പറയുക വെറുതെ ക്യാഷ് കൊടുത്ത് വാങ്ങി ഇത് എങ്ങനെയായിരിക്കും എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇതിനേക്കാൾ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ട ഇത്. കാരണം ഇത് യൂസ് ചെയ്യുമ്പം തന്നെ എനിക്ക് പിന്നെയും യൂസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. ഒരു ഫ്രൂട്ടിയ സൺസ്ക്രീൻ കേട്ടോ. പിന്നെ മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യം, നിങ്ങൾ ഈ ഡ്രൈ സ്കിൻ ആണെങ്കിൽ മാത്രം, എനിക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഇത് അത്ര സ്യൂട്ടബിൾ ആണെന്ന് അറിയില്ല, 50 ഗ്രാമിൻ്റെ പ്രൊഡക്റ്റ് ചെയ്ത് വരുന്നത് സൺസ്ക്രീൻ. ഈ ഒരു ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ മാത്രം ഇത് സജസ്റ്റ് ചെയ്ത് നോക്കുക. കാരണം ചില ആൾക്കാർക്ക് ഉണ്ടാവും സൺസ്ക്രീൻ ഏത് യൂസ് ചെയ്യണം, ഏതാണ് ബെസ്റ്റ്, എങ്ങനെ യൂസ് ചെയ്യണം എന്ന് അറിയാത്തവരൊക്കെ ഉണ്ട്. ഇതിപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്ത് പോകുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഫേസിന് അപ്ലൈ ചെയ്താൽ മതി. ഞാൻ നോർമലി ചെയ്യുന്നത് ഫസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും, അതിനുശേഷം സൺസ്ക്രീൻ യൂസ് ചെയ്യും, പിന്നെ എന്തെങ്കിലും ഡേ ക്രീം അങ്ങനെ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ഇത് തന്നെ ഇത് വാങ്ങിച്ചിട്ട് അല്ല ഇതും